ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സവാളയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ കുക്കറിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. എടുത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 8 സവാളയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. തിന്നായി തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 2 തക്കാളി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നടുകീറി വെച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് 2 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ഇതിലേക്ക് ആദ്യം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. അപ്പോൾ എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം സവാളയിലെല്ലാം നന്നായി മിക്സായി വരണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഉപ്പെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 5 എഗ്ഗാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് വരഞ്ഞു കൊടുത്തതാണ്. അതും കൂടെ ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ എഗ്ഗിലും കൂടെ മിക്സ് ചെയ്ത് വരണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും എഗ്ഗിലെ മസാലകളെല്ലാം നന്നായി തന്നെ പിടിച്ചു വരും. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് അല്പം വേപ്പില കൂടെ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എഗ് റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്